empowering women in Christ. ഹല്ലേലൂയ. ഷെഖേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിലെ എസ്തേർ രാജ്ഞിയെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. ഋഷില പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് തന്റെ വളർത്തപ്പനായ മൊർദെഖായിലൂടെ കർത്താവ് നൽകിയ ആ ഒരു ഉപദേശം അത് സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ കർത്താവിന് അവിടെ ചെയ്യാൻ പറ്റിയ ആ ഒരു വലിയ നന്മയെ കുറിച്ചായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുടെയും ജീവിതത്തിലും കർത്താവിന്റെ ആത്മാവ് പല വ്യക്തികളിലൂടെ പരിശുദ്ധ വചനങ്ങളിലൂടെ ഒത്തിരിയേറെ ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ആ ഉപദേശങ്ങളോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെ കുറിച്ചായിരുന്നു കർത്താവ് നമ്മളോട് സംസാരിച്ചത്. സങ്കീർത്തകനായ ദാവീദ് 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. ദാവീദ് രാജാവ് തന്റെ ഉത്തരവാദിത്വങ്ങളുമായി ബന്ധപ്പെട്ട്, തന്റെ ജീവിത മേഖലകളുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത്, പ്രതിസന്ധികളെ നേരിടേണ്ട സമയത്ത് എല്ലാം ദാവീദ് രാജാവിനെ നയിച്ചത് കർത്താവിന്റെ ഉപദേശങ്ങളായിരുന്നു. രാത്രിയിൽ കിടക്കുമ്പോൾ പോലും ഉപദേശങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ തന്നെ നയിക്കുന്ന കർത്താവിന്റെ ആത്മാവിനെ ദാവീദ് രാജാവ് ഇവിടെ വാഴ്ത്തുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി പെന്തക്കോസ്തായിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അന്ന് ആദിമ സഭയിൽ ആ ഒരു സെഹിയോൻ ശാലയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അപ്പസ്തോലന്മാരെ ധീരരായ കർത്താവിന്റെ ശക്തരായ സാക്ഷികളാക്കി മാറ്റി. ഈ ഒരു അഭിഷേകം നമ്മിലും നിറയപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ നിറവ് ലഭിക്കാനുള്ള ആ ഒരു തീക്ഷ്ണമായ ആഗ്രഹത്തോടെ പുതിയ പെന്തക്കോസ്ത് അനുഭവത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പെന്തക്കോസ്ത് അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്താ വരവായി പുതു പെന്തക്കോസ്താ, പരിശുദ്ധാത്മാവേ പെന്തക്കോസ്താ നൽകണമേ, പുതു പെന്തക്കോസ്താ, പുതിയ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ കാത്തിരിപ്പൂ നൽകണമേ, വീണ്ടും പെന്തക്കോസ്താ, പുതിയ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ. ഞങ്ങൾ കാത്തിരിപ്പൂ നൽകണമേ, വീണ്ടും പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ ആത്മാവേ. ശിഷ്യരെ ശക്തരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ വരണമേ. ആദിമസഭയെ ശക്തമാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ക്രിസ്തു ശിഷ്യരെ ശക്തരാക്കിയ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ആദിമസഭയെ ശക്തമാക്കിയ പരിശുദ്ധാത്മാവേ, ബലഹീനതയിൽ ബലമായി മാറും പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങൾ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവിനോട് ചേർന്ന് ഒരു ജീവിതം ഞങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു അഭിഷേകം, ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാനായി അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകുവാനായി യൗസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എസ്തേർ രാജ്ഞിയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ ആ ഒരു വചനം, 10-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ച ഒരു വചനമാണ്. നമുക്ക് ഒരു പാഠമാകാനായി ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്രകാരം എസ്തേർ രാജ്ഞിയിലൂടെ നമുക്ക് പാഠമാകാനായി എഴുതപ്പെട്ടവയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് എസ്തേറിന്റെ പുസ്തകം 14-ാം അധ്യായം അതിലെ 18-ാം തിരുവാക്യമാണ്. നമുക്ക് ആ തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ഇതുവരെ, ഈ നിമിഷം വരെ ആനന്ദം ഇല്ലായിരുന്നു. ഇത് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജ്ഞിയാണ്, എസ്തേർ രാജ്ഞിയാണ് ഈ ഒരു വാക്യം വളരെ ഉറപ്പോടെ പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഒരു രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിൽ യാതൊന്നിനും ഒരു കുറവില്ല. എന്തിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശുശ്രൂഷിക്കാനായി സേവകരുണ്ട്. എന്താവശ്യവും അവിടെ നിറവേറപ്പെടും. ഒന്നിനും ഒരു കുറവില്ല. ഭൗതികമായി പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ആനന്ദത്തിനും സന്തോഷത്തിനും കൊട്ടാരത്തിൽ രാജ്ഞിക്ക് ഒരു കുറവില്ല. എന്നാൽ അത്രയും സന്തോഷത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് എസ്തേർ രാജ്ഞി വിളിച്ചു പറയുകയാണ്, ഈ ദാസിക്ക് അങ്ങിലല്ലാതെ മറ്റൊരു ആനന്ദം ഇല്ലായിരുന്നു. കർത്താവാണ് തന്റെ ജീവിതത്തിന്റെ ആനന്ദം എന്ന് ഉറപ്പോടെ എസ്തേർ രാജ്ഞി പറയുകയാണ്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു വാക്യം പറയുമ്പോൾ എസ്തേർ രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലാണ് അവൾ നിൽക്കുന്നത്. തന്റെ ജീവന് തന്നെ ഭീഷണി നേരിടുന്ന ഒരു സമയത്താണ് എസ്തേർ രാജ്ഞി പറയുന്നത്, ഈ നിമിഷം വരെയും ഇതുവരെയും അങ്ങിൽ ഞാൻ ആനന്ദിക്കുകയാണെന്ന്. അത്രയും ടെൻഷന്റെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ, ജീവിതം തന്നെ വധഭീഷണിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ, ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം നിറവേറ്റാനായി തനിക്ക് ഉള്ളപ്പോൾ എസ്തേർ രാജ്ഞി എന്താ പറയുന്നേ? കർത്താവാണ് ഈ നിമിഷവും എൻ്റെ ആനന്ദം. എൻ്റെ ജീവിതം ആനന്ദത്തിലാണ്. കാരണം എൻ്റെ ആനന്ദം കർത്താവിലാണെന്ന എസ്തേർ രാജ്ഞി പറയുന്നേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. നാമും പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാലും എത്ര തന്നെ വലിയ പ്രതിസന്ധി ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ കാരണം ആ ആനന്ദം നമ്മൾ കർത്താവിൽ അല്ല കണ്ടെത്തിയിരുന്നത് എന്നതാണ്. കർത്താവിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക് എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും, ഈ ലോകത്തിൽ എന്തിനെ നേരിടേണ്ടി വന്നാലും ആ ആനന്ദം അവനിൽ നിന്ന് അല്ലെങ്കിൽ അവളിൽ നിന്ന് വിട്ടുമാറുകയില്ല. അത് സ്ഥിരമായ ശാശ്വതമായ ഒരു ആനന്ദമാണ്. ആ ഒരു വ്യക്തി കർത്താവിലാണ് ആനന്ദിക്കുന്നതെങ്കിൽ ആ ഒരു വിളിയിലേക്കാണ് എസ്തേർ രാജ്ഞിയിലൂടെ കർത്താവ് ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്. കർത്താവിൽ ആനന്ദിക്കുന്ന ജീവിതങ്ങളായി മാറാൻ. എസ്തേർ രാജ്ഞി വലിയ പ്രതിസന്ധിയുടെ മുൻപിലും, അതുപോലെ തന്നെ മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ എത്ര വലിയ സമ്പൽ സമൃദ്ധിയുടെ മുൻപിൽ നിൽക്കുമ്പോഴും എസ്തേറിന്റെ ആനന്ദം എന്തായിരുന്നു? കർത്താവായിരുന്നു. കർത്താവിലായിരുന്നു എസ്തേർ രാജ്ഞി ആനന്ദിച്ചത്. ഈ വലിയൊരു ഉത്തരവാദിത്വം
അവളുടെ വളർത്തപ്പൻ വന്ന് വലിയൊരു ഉത്തരവാദിത്വം അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നത്തിലേക്കാണ് അവൾ പോകുന്നത്. ആ സമയത്തും എസ്തേർ രാജ്ഞി പറയുകയാണ്, ഞാൻ കർത്താവിൽ ആനന്ദിക്കുകയാണെന്ന്. അവൾ കർത്താവിനോട് ഏറ്റു പറഞ്ഞ ആ ഒരു വാക്യം ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. ആനന്ദം ഇല്ലായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, പൗലോസ് ലീഹായും ഇക്കാര്യം തന്നെ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൽ 4-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ എന്നൊക്കെ പൗലോസ് ലീഹ പറയുന്നത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. നമുക്കറിയാം, ആ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അത്രയും ബുദ്ധിമുട്ടുള്ള, അത്രയും വിഷമകരമായ ആ ഒരു സാഹചര്യത്തിലായിരുന്നു കൊണ്ടാണ് പൗലോസ് ലീഹ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് നാം ഓരോരുത്തരോടും, നാം ഏത് ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും കർത്താവിൽ ആനന്ദിക്കുവാനായി ആഹ്വാനം ചെയ്യുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എന്താണെങ്കിൽ തന്നെയും കർത്താവിൽ നമുക്ക് ആനന്ദിക്കാൻ സാധിക്കുമെന്നാണ് എസ്തേർ രാജ്ഞിയും പൗലോസ് ലീഹായും മറ്റ് സുവിശേഷത്തിലൂടെയും തിരുവചനങ്ങളിലൂടെയുമുള്ള പലരും നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് കർത്താവിൽ ആനന്ദിക്കാൻ ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും ഒരു തടസ്സമല്ല. എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ഇനി എത്രമാത്രം നന്മയിലാണെങ്കിലും നമ്മുടെ ആനന്ദം, നമ്മുടെ സന്തോഷം അത് കർത്താവിലായിരിക്കണം എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. എങ്ങനെയാണ് നമുക്കിതിന് സാധിക്കുക? നമ്മൾ വളരെയേറെ വിഷമത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക? സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. സങ്കീർത്തനങ്ങൾ 28-ാം അധ്യായം അവിടെ 7-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിന്റെ ശക്തിയും പരിചയമാണ്. കർത്താവ് എന്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ എന്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. കർത്താവിൽ എന്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. ഈ സങ്കീർത്തനം പാടുന്നത് രാജാവായ ദാവീദാണ്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഉത്തരവാദിത്വങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. തന്റെ ജീവിത യാത്രയിൽ എന്തൊക്കെ തന്നെ അലട്ടിയപ്പോഴും രാജാവ് എന്താ പറയുന്നേ? എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. കാരണം എന്താ? തന്റെ പരിച, തന്റെ കോട്ടയായി, തന്റെ ശരണമായി രാജാവ് കാണുന്നത് കർത്താവിനെ ആയിരുന്നു. പ്രശ്നങ്ങൾ വരും, അതതിന്റെ വഴിയെ തന്നെ രാജാവ് വിടും. കാരണം രാജാവിന്, ദാവീദിന് അറിയാമായിരുന്നു അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം, ആ പ്രശ്നങ്ങളുടെ കർത്തൃത്വം തന്റെ കർത്താവ് ഏറ്റെടുത്തുവെന്ന്. അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ദാവീദ് രാജാവ് പറയുകയാണ്, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നുവെന്ന്. കീർത്തനം പാടി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നുവെന്ന്. ആ ഒരു പ്രശ്നങ്ങളുടെ, പ്രതിസന്ധിയുടെ സമയത്ത് പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കാൻ തക്ക വിധം രാജാവ് ആനന്ദത്തിലേക്ക് പോവുകയാണ്. കർത്താവിൽ പരിപൂർണമായി ആശ്രയിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആനന്ദത്തെ കുറിച്ചാണ് ഇവിടെ ദാവീദ് രാജാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് തന്നെയാണ് എസ്തേർ രാജ്ഞിയുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 14-ാം അധ്യായം, എസ്തേറിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലെ ആദ്യ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കലേക്ക് ഓടി. അവളെ സംബന്ധിച്ചിടത്തോളം മരണത്തെ അവൾ മുന്നിൽ കാണുന്ന ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ അവൾ എന്താ ചെയ്തേ? കർത്താവിലേക്കാ ഓടിയത്. തുടർന്നാണ് 18-ാം വാക്യത്തിൽ അവൾ പറയുന്നത്, ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന്. തന്റെ ആ മരണതുല്യമായ ഉത്കണ്ഠ കർത്താവിനെ അവൾ ഏൽപ്പിക്കുകയാണ്. തുടർന്ന് ആ ഒരു മരണതുല്യമായ ഉത്കണ്ഠയിൽ നിന്ന് ആനന്ദത്തിലേക്ക് അവൾ മാറുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ,
നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ അഭിഷേകമായി മാറേണ്ട ഒരു കാര്യമാണ് എസ്ഥേർ രാജ്ഞിയിലൂടെ കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നത്. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും എസ്ഥേർ രാജ്ഞിയെ പോലെ, ദാവീദ് രാജാവിനെ പോലെ നമ്മൾ കർത്താവിലേക്ക് ഓടിയെത്തി കർത്താവിനെ സർവ്വതും ഏൽപ്പിച്ച് നമ്മൾ ആനന്ദത്തിലേക്ക് കയറുക. കർത്താവിലുള്ള ഒരു ആനന്ദം, ഒരിക്കലും ഒന്നിനും മാറ്റാൻ പറ്റാത്ത കർത്താവിലുള്ള ഒരു ആനന്ദത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. നമ്മുടെ കർത്താവിന്റെ ആ ഒരു ആഗ്രഹമാ കർത്താവ് ഇവിടെ പറയുന്നേ. കർത്താവിന്റെ ആ ഒരു സന്തോഷം, ശാശ്വതമായ ആ ഒരു സന്തോഷം നമ്മിൽ പൂർണ്ണത പ്രാപിക്കണമെന്നാ കർത്താവ് ആഗ്രഹിക്കുന്നേ. അതിന് കർത്താവ് എന്താ പറഞ്ഞു തന്നത്? തൊട്ടു മുന്നത്തെ വാക്യം 15-ാം അധ്യായം 10-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന്, കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് എപ്പോഴും കർത്താവ് നൽകുന്ന ആ ഒരു ശാശ്വതമായ സന്തോഷത്തിലായിരിക്കുന്നതിന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. എസ്ഥേർ രാജ്ഞിയും ദാവീദ് രാജാവും പൗലോസ് ലീഹായും ഒക്കെ കാണിച്ചു തന്ന ആ ഒരു സന്തോഷകരമായ ജീവിതം, കർത്താവ് ആനന്ദമായുള്ള ഒരു ജീവിതം, അതിലേക്കാണ് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് നാം ഓരോരുത്തരെയും വിളിക്കുന്നത്. ആ ഒരു വിളി സ്വീകരിച്ചുകൊണ്ട് എസ്ഥേർ രാജ്ഞിയിലൂടെ കർത്താവ് നൽകിയ ആ ഓരോ പാഠങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കാം. കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായി എസ്ഥേർ രാജ്ഞിയുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന്, ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, വളർത്തപ്പനായ മൊർദെഖായിലൂടെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവാസിയായി പേർഷ്യൻ സാമ്രാജ്യത്തിൽ വളർന്നു വന്ന ഹദ്ദാസ എന്ന സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി, അവളെ എപ്രകാരം കർത്താവ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി ഉയർത്തി എന്ന് നമ്മൾ കണ്ടു. തുടർന്ന് തന്റെ വളർത്തപ്പനായ മൊർദെഖായിലൂടെ എസ്ഥേർ രാജ്ഞിക്ക് നൽകിയ വലിയൊരു ഉപദേശമുണ്ടായിരുന്നു. ഈ ഒരു സമയത്തേക്കായിട്ടാണ് നീ ഈ രാജ്ഞി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നത്. അതുപോലെ നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒരു അമ്മ എന്ന നിലയിൽ, സഹോദരി എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, നമ്മുടെ ജോലി മേഖലയിലെല്ലാം കർത്താവ് നമ്മെ വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് നിർത്തിയിരിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മെ കർത്താവ് നാം ആയിരിക്കുന്നിടത്ത് നിർത്തിയിരിക്കുന്ന ഈ സമയത്ത് നാം ചെയ്യേണ്ടത് കൃത്യതയോടെ ചെയ്യാനുള്ള ഒരു ക്ഷണമാണ് പിന്നീട് എസ്ഥേർ രാജ്ഞി നമുക്ക് നൽകുന്നത്. വീണ്ടും നമ്മൾ കണ്ടു, തന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയുടെ സമയത്ത് കർത്താവിങ്കലേക്ക് ഓടിച്ചെല്ലുന്ന എസ്ഥേർ രാജ്ഞിയെ സ്വയം താൻ മാത്രമല്ല തന്റെ കൂടെയുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കർത്താവിന്റെ മുൻപിൽ ശരണം വയ്ക്കുന്ന, കർത്താവിൽ അഭയം പ്രാപിക്കുന്ന എസ്ഥേർ രാജ്ഞിയെ നമ്മൾ കണ്ടത്. വീണ്ടും തന്റെ വളർത്തപ്പൻ നൽകിയ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം മുന്നിട്ട് സ്റ്റെപ്പ് എടുത്തിറങ്ങുന്ന എസ്ഥേർ രാജ്ഞിയെ നമ്മൾ കണ്ടു. ആ ഒരു വിശ്വാസം, അവരുടെ വിശ്വാസ തലത്തെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്ന എസ്ഥേർ രാജ്ഞി. അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ മൊർദെഖായിയുടെ ഉപദേശം സ്വീകരിച്ച് തന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു റിസ്ക് ഏറ്റെടുക്കുന്ന എസ്ഥേർ രാജ്ഞിയെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കണ്ടതാണ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമായി, തന്റെ ജീവിതത്തിലെ ആനന്ദമായി കർത്താവിനെ ഏറ്റുപറയുന്ന എസ്ഥേർ രാജ്ഞിയെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എസ്ഥേർ രാജ്ഞിയിലൂടെ കർത്താവ് നൽകിയ ഈ പാഠങ്ങൾ, ഈ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് ഏറ്റെടുക്കാം. നമുക്കൊരു പാഠമാകാനായിട്ടാണ് എസ്ഥേർ രാജ്ഞിയുടെ ജീവിതം നമുക്ക് മുൻപിൽ നൽകപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എസ്ഥേർ രാജ്ഞിയുടെ പുസ്തകത്തിലൂടെ, ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിൽ കർത്താവ് വ്യക്തിപരമായി നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. ഒരിക്കൽ കൂടി സങ്കീർത്തകനായ ദാവീദിന്റെ ഈ ഒരു വചനഭാഗം, സങ്കീർത്തനങ്ങൾ 43-ാം അധ്യായം
4-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിങ്കലേക്ക് ചെല്ലും, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക് തന്നെ. ദാവീദ് രാജാവ് തന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതിനെ തന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പരമാനന്ദത്തിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ടാണ് ഉപമിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ ആനന്ദമായി സ്വീകരിക്കുവാനുള്ള, കർത്താവിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം എസ്തേർ രാജ്ഞിയിലൂടെ നമുക്ക് ഇത്രയേറെ ആഹ്വാനങ്ങൾ നൽകിയ നമ്മുടെ കർത്താവിനെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ആ ഓരോ ആഹ്വാനങ്ങളും ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായി, കർത്താവ് ആനന്ദമായി ജീവിക്കാനുള്ള കൃപയ്ക്കായി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് നമ്മുടെ രാജാവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങിൽ ആനന്ദം കണ്ടെത്തുന്ന ജീവിതമായി മാറുവാനുള്ള കൃപ കർത്താവേ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആനന്ദമുണ്ട്, ഹല്ലേലൂയ. ആത്മാവിൽ ആനന്ദമുണ്ട്, കർത്താവേ അഭിഷേകം ചെയ്യണമേ. ആനന്ദമുണ്ട്, ഹല്ലേലൂയ. എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഈശോയെ ആരാധന. ആനന്ദമുണ്ട്, ഹല്ലേലൂയ. എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ഈശോയെ ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഒരു അഭിഷേകം, കർത്താവിൽ ആനന്ദിക്കുവാനുള്ള ഒരു അഭിഷേകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വചനം നൽകുന്ന ശക്തിയുണ്ട്. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. ഹല്ലേലൂയ. വചനം നൽകുന്ന ശക്തിയുണ്ട്. ഈശോയേ. പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. നന്ദി ഈശോയേ. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, അങ്ങിൽ ആനന്ദിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ആനന്ദിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എസ്തേർ രാജ്ഞിയിലൂടെ കർത്താവ് നൽകിയ ആഹ്വാനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാം, പ്രാവർത്തികമാക്കാം. പ്രത്യേകമായി ഈ ഒരു പെന്തക്കോസ്തയോടനുബന്ധിച്ച് കർത്താവിൽ ആനന്ദിക്കുന്ന ജീവിതങ്ങളായി മാറുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ആ ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ എല്ലാം ഓർക്കണം. പ്രിഷില്ല പ്രോഗ്രാമിനെയും ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം ഷെക്കേന ന്യൂസിന്റെ മേലും കർത്താവിന്റെ കരം എപ്പോഴും ഉണ്ടാകുവാനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ നമുക്ക് കൂട്ടായ്മയോടെ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷിക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.
empowering women in Christ.